ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് നമ്മളൊരു ബ്രെഡ് ഫിംഗേഴ്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ബ്രെഡ് മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസി സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. പിന്നെ 5 സ്ലൈസ് ബ്രെഡ് വേണം. അപ്പോൾ ആദ്യം ബ്രെഡ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെള്ളം മൊത്തം അതിൽ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വെള്ളം അതിൽ തന്നെ പിഴിഞ്ഞ് കളയണം. ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഫുൾ സ്ലൈസ് 5 സ്ലൈസ് ബ്രെഡും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങ് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മല്ലിയില കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇത് കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇച്ചിരി മൈദ അധികം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഇല്ലാതെ നല്ല കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകരുത്. അഥവാ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അധികം എക്സ്ട്രാ മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് എടുക്കുക. ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ 2 കൈയും വെച്ചിട്ട് കുറച്ച് നീളത്തിൽ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഈ ഒരു ഷേപ്പ് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പ് കിട്ടിക്കോളും. ഇത് ചെറിയൊരു ബോളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫിംഗർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ട്ലേറ്റ് പോലെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഫിംഗേഴ്സായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയി കിട്ടണം. ഇതിപ്പോൾ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകുകയാണെങ്കിൽ മാത്രം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മൈദ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇതിപ്പം വീണ്ടും പറയാൻ കാരണം മുമ്പ് പൊട്ടാറ്റോ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഫിംഗറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോയി നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇതുപോലെ നല്ലൊരു കളറും ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്